താൻ എന്നോട് ചെയ്ത ക്രൂരത കൊണ്ട് ജീവിതം ഹോമിക്കേണ്ടി വന്നത് ആർക്കൊക്കെയാ? നാവടക്ക് തള്ളേ. ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറയുന്നേ? ഭ്രാന്ത് പിടിച്ച് എന്റെ മുന്നിലൂടെ ഓടുന്ന അപ്പു നമ്പ്യാർ. എന്റെ സ്വപ്നം അത്. അപ്പു നമ്പ്യാരുടെയും രാമകൃഷ്ണന്റെയും മറ്റൊരു പതിപ്പ്. ബൈ അച്ചായ. ഓക്കേ, ബൈ ബൈ. തമ്പുരാട്ടിയുടെ മുഖം ഒന്ന് കാണാനായിട്ടെ കുറെ നേരമായിട്ട് കാത്തിരിക്കായിരുന്നു. ഇവിടെ എവിടെയായിരുന്നു ഇതുവരെ? ജോലിഭാരം കൂടിക്കൂടി വരികയല്ലേടാ. ഇനിയിപ്പൊ പാതിരാത്രി കഴിഞ്ഞു വന്നാലും ഒരു കുഴപ്പവും ഇല്ല. പഴയകാല കണക്കുകളുടെ പേരില് ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുന്നതിന്റെ പരിധിയുണ്ട്. വെറുതെ സംസാരിച്ച് സമയം കളയാതെ ഇവിടെ കരുത്തി പിടിച്ച് പുറത്താക്കട. കൊറേ കാലായി പെണ്ണുമ്പിള്ളക്ക് എന്നെ കാണുമ്പോ കയ്യും കാലും തരിക്കുക. എന്നാ ചെയ്യാൻ പറ, എന്നെ പിടിച്ച് പുറത്താക്കാൻ പറ. ഇവിടെ ഇന്ന് ഞാൻ എന്നെ തേടി വന്നവളെ എന്നെ മാത്രം തകർക്കാൻ ശ്രമിച്ചാ മതി. നിന്നോട് വാക്ക് പാലിക്കാത്ത ഞാനല്ലേ, അല്ലാതെ പള്ളിക്കുള്ള ആരും നിന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തന്റേതായിട്ടുള്ള എല്ലാം വേണം. അച്ഛനെയും അമ്മയും ഭാര്യയും സഹോദരങ്ങളെ ഒക്കെ. ഓഹോ, എന്നാ പിന്നെ എന്താടി ഒരു താമസം? എടുത്തോടി, ഞങ്ങളെയൊക്കെ അങ്ങ് മൊത്തമായിട്ട് എടുത്തോ. അല്ല പിന്നെ സമയമായിട്ടില്ല. പയ്യെ തിന്ന പനയും തിന്നാം. ഞാൻ വളരെ സാവധാനമേ എല്ലാം തുടങ്ങാറുള്ളൂ. താൻ എന്താ പറഞ്ഞേ? താൻ ചെയ്ത തെറ്റിനെ എന്തിനാ മറ്റുള്ളവരെ ക്രൂശിക്കുന്നെന്നോ? ചോദ്യം ചോദിച്ച് വിജയെപ്പോലെ നിൽക്കുന്ന തന്നോട് ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ. താൻ എന്നോട് ചെയ്ത ക്രൂരത കൊണ്ട് ജീവിതം ഹോമിക്കേണ്ടി വന്നത് ആർക്കൊക്കെയാ? ആരൊക്കെയാ തന്റെ പ്രവൃത്തികൾ കൊണ്ട് കണ്ണീര് കുടിക്കുന്നത്? ഒരാൾ മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോ വേദന അനുഭവിക്കുന്നത് അയാൾ മാത്രമല്ല, അയാളെ സ്നേഹിക്കുന്ന, അയാളെ ആശ്രയിക്കുന്ന മറ്റെല്ലാരുവാ. എന്റെ കാര്യം വ്യത്യസ്തമല്ല. താൻ എനിക്ക് ചെയ്തു തന്ന പാരിതോഷികങ്ങൾക്കൊക്കെ ഒരുപാട് തീ വിഴുങ്ങി എന്റെ നെഞ്ചിന്റെ ഭാഗമായവർ മുഴുവൻ. എന്നിട്ടും ഞാൻ തന്നോട് എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ദേ ഈ നിമിഷം വരെ. ഇല്ലേ, വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചിട്ട് ഇവള് പറയുന്ന പറച്ചില് കേട്ടില്ലേടാ. നാവടക്ക് തള്ളേ. ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറയുന്നേ? ചെയ്തത് ഞാൻ തന്നെ പറയാം. രാവിലെ രാമകൃഷ്ണേട്ടനെ കാണാൻ അയാളുടെ വീട്ടിൽ പോയി. അയാളുമായി അടുക്കള ജോലിയിൽ ഏർപ്പെട്ടു. അത് കണ്ടോണ്ട് നിങ്ങളുടെ തനി സ്വരൂപമായ മരുമോള് വന്നു. സ്വന്തം ഭർത്താവിന് വിശ്വാസമില്ലാത്ത ഭാര്യ അതിന്റെ പേരില് കാടിളക്കി എനിക്കെതിരെ കൊലവിളി നടത്തി. എന്താ ഇതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ? കേട്ടോടാ, ഇതൊക്കെ ഇവക്ക് നിസാര. എന്റെ ജീവിതവുമായി കമ്പയർ ചെയ്യുമ്പോ ഇത് നിസ്സാരം തന്നെയാ. കണ്ണിൽ ചോരയുടെ ലെവലേശം പോലും ഇല്ലാത്ത നിങ്ങളുടെ മോനെന്ന് പറയുന്ന ഈ ദുഷ്ടൻ എത്രയെത്ര കുടുംബങ്ങളാ തകർത്തേന്നറിയോ? എത്രയൊക്കെ ജന്മങ്ങളാ ഈ പകൽമാന്യൻ കാരണം ഭാവിയില്ലാതെ ഇരുളിലായെന്നറിയോ? അറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. എന്നിട്ട് അവൻ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. എന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? ഓ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം അരച്ചു കയറുന്നു. ഞാൻ ഇന്ന് ഇവളെ കൊല്ലുവാടാ. ചുമ്മാതിരിക്ക് വരട്ടാതെ. എന്നാലും ഇവളെ പറഞ്ഞ ഇവിടെ നിന്നെ കൊണ്ട് പറ്റില്ലല്ലേ? ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. വഴക്കുണ്ടാക്കൊന്നു പോ. പ്ലീസ്. ഞാനിപ്പോ അനുഭവിക്കുന്ന ഈ സുഖം ഉണ്ടല്ലോ, അതൊരു സുഖം തന്നെയാ. ഇത്തരം കളികളിൽ നീയാണ് എനിക്ക് ഗുരു. നിന്റെ ശിഷ്യത്തെ സ്വീകരിച്ച ആര്യ തെറ്റ് ചെയ്യാൻ പഠിച്ചത്. ഭ്രാന്ത് പിടിച്ച് എന്റെ മുന്നിലൂടെ ഓടുന്ന അപ്പു നമ്പ്യാർ. എന്റെ സ്വപ്നം അത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാതിരിക്കാൻ നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം. ചാവാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. നോക്കി നിൽക്കാതെ വഴിത് മാറടാ.
നോക്കിയിരിക്കാതെ എന്തെങ്കിലും കഴിക്കേ. നിങ്ങൾക്ക് വിശപ്പില്ലേ? എത്ര ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്? പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് ഒരാൾക്ക് എത്ര ദിവസം പിടിച്ചിരിക്കാൻ കഴിയും? എന്താ നിങ്ങളിങ്ങനെ നോക്കുന്നത്? ഇത് വെറും ചോറല്ല, കൊലച്ചോറാ. കൊണ്ടുപോ, ഇത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോ. നിങ്ങളുടെ തലയ്ക്ക് എന്തോ സാരമായ തകരാറുണ്ട്. വെറുതെ ബോസിനെ ദേഷ്യം പിടിപ്പിക്കണ്ട. മര്യാദയ്ക്ക് ഇത് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഉറങ്ങണം എനിക്ക്. ഒരിക്കലും ഉണരാത്ത ഉറക്കം. തനിക്ക് ബോസിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണം, എന്നാലേ പഠിക്കൂ. ഒരു ബോസ്? അവനോട് പറ, കയ്യിൽ കരുതിയിരിക്കുന്ന റിവോൾവർ എൻ്റെ നെറ്റിക്ക് നേരെ പിടിച്ച് കാഞ്ചി വലിക്കാൻ. അതോടെ അവൻ്റെ അങ്കക്കലി അടങ്ങുമല്ലോ. ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ല. മരിക്കാനായി പട്ടിണി കിടക്കുക. പഠിപ്പും വിവരം ഉണ്ടെങ്കിലും ബുദ്ധിയില്ല. എടാ, വയറ് വിശന്നിട്ട് കുടലൊട്ടി മരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും വാരി വലിച്ച് തിന്നിട്ട് ചാവുന്നതാ. ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ കിടന്ന് ചത്തിട്ടേ ഞങ്ങൾക്ക് വെറുതെ പണി ഉണ്ടാക്കരുത്. എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? നീ ചെയ്ത തെറ്റൊക്കെ സാവകാശം നിനക്ക് മനസ്സിലാവും. അത് പറയേണ്ട ആൾ തന്നെ നിനക്ക് പറഞ്ഞു തരികയും ചെയ്യും. ആഹാരം ഇവിടെ വെച്ചിട്ട് നീ അകത്ത് പോ. വിശപ്പ് സഹിക്കാതെ വരുമ്പേ താനെ എടുത്ത് കഴിച്ചോളും. വിശപ്പിന് ആഹാരം തന്നപ്പോ നീ അത് കഴിച്ചില്ല. എനിക്ക് നിന്നോട് സഹതാപം തോന്നുക. ആഹാരം കഴിക്കാതെ തന്നെ നിന്റെ വിശപ്പ് ഞാൻ മാറ്റി തരട്ടെ. അതിന് പറ്റിയൊരു മെഡിസിൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ നോക്കടാ. എന്താ, വയറ് നിറഞ്ഞോ? ലേറ്റസ്റ്റ് ഫോട്ടോയാ. എങ്ങനെ ഉണ്ട്? ഒന്ന് പോയി കാണണമെന്നുണ്ടോ? നോക്കിയത് മതി. കൂടുതൽ നോക്കിയാ കാമുകിയെ കാണാൻ ആശ ഇരട്ടിക്കും. ഊർമിള, അവളിപ്പോ എവിടെയാ? പേടിക്കണ്ട, ഞങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട്. പരസ്പരം കാണാനുള്ള അവസരം അധികം വൈകാതെ ശരിയാക്കി തരാം. ഒരു ദിവസം രണ്ടാൾക്കും ഒന്നിച്ച് കഴിയാനുള്ള അനുവാദവും തരാം. പക്ഷേ അന്നത്തെ രാത്രി കഴിഞ്ഞ പിന്നെ അടുത്ത സൂര്യോദയം കാണില്ല. രണ്ടാളും കാണാൻ സമ്മതിക്കില്ല. ഏതായാലും ഈ ഫോട്ടോ വെച്ച് ഞാനൊരു ചെറിയ കളി കളിക്കാൻ പോവാ. ഒരു രസകരമായ ഒരു പകിട കളി. മോളെ, എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ?
അത് ശരി. അപ്പൊ ഇതാണ് വേണു, വേണുഗോപാൽ. മൃദുലേച്ചിയുടെ ജീവിതത്തിൽ നായകനെന്നോ വില്ലനെന്നോ സ്ഥിരപ്പെടുത്താൻ കഴിയാത്ത താരം. ഇനിയിപ്പൊ സ്ഥിരപ്പെടുത്തല്ലോ. ആള് വില്ലൻ തന്നെ. അപ്പൻ നമ്പ്യാരുടെയും രാമകൃഷ്ണന്റെയും മറ്റൊരു പതിപ്പ്. പള്ളിക്കൽ പത്മിനിയമ്മയ്ക്ക് ഈ ഫോട്ടോ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? അല്ലെങ്കിൽ വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളുന്നാണല്ലോ. തലമുടിയൊക്കെ അഴിച്ചിട്ട് ഒന്ന് തുള്ളിയാട്ടെ. മോക്ക് അതുപോലെ ഒരു ലോട്ടറിയല്ലേ അടിച്ചിരിക്കുന്നേ. ചേച്ചി എന്തിനാ കരയുന്നേ? നമ്മളെ ഇഷ്ടമില്ലാത്തവര് പോട്ടെ ചേച്ചി, പോയി തൊലയട്ടെ. ഇപ്പൊ നീ ഇവിടുന്ന് പോകുന്നതാ ഉത്തമം. സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് സംസാരിക്കാൻ വശമില്ലെന്നറിയാം. എങ്കിലും മുറിവിൽ കുത്തി വേദനിപ്പിക്കരുത്. ശരി, ഞാൻ പോയേക്കാം. നിങ്ങൾക്കൊക്കെ സംസാരിക്കാൻ ഒരുപാട് കാണുമല്ലോ. ദിവസേന നീ പൂവിട്ട് പൂജിക്കുന്ന നിന്റെ സ്വന്തം വേണുഗോപാലൻ. ഗോക്കളെ മേയ്ക്കുന്ന പോലെ അവൻ പെണ്ണുങ്ങളെ മേയ്ച്ച് നടക്കുക. അവൻ മരിച്ചു പോയെന്ന് സങ്കല്പിച്ച് താലിമാല ഊരിയെറിഞ്ഞ് ഈ കുങ്കുമം അയച്ചു കളഞ്ഞ് തല ഉളിക്കണ്ടോളാ. അതിന് പകരം അവനു വേണ്ടി നേർച്ച നേർന്ന് കണ്ണീരും കയ്യുമായിട്ട് കഴിയുന്നു. കണ്ടല്ലോ, കൺകുളിർക്ക കണ്ടല്ലോ. ഇനിയെങ്കിലും അവനെ നിന്റെ മനസ്സിൽ നിന്നൊന്ന് പറിച്ചു കളയടി. എന്താ പത്മിനി ഇത്? ഓഹോ, അപ്പൊ മനസ്സിലായില്ലേ? ഇതുവരെ നിങ്ങൾക്ക് എന്താന്നൊന്നും മനസ്സിലായില്ല. മരുമകൻ കല്യാണം കഴിച്ചെന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. കഴകക്കാരന്റെ മകൻ സ്വന്തം പാരമ്പര്യം നിലനിർത്തി, കുടുംബത്തിന്റെ മാനം കാത്തു. കൈകൊട്ടി ഒന്ന് ചിരിക്കും മനുഷ്യ. ഓ, മരുമകന്റെ വീരസാഹസിക പ്രവൃത്തി കണ്ട് സന്തോഷിക്ക്. അവളെല്ലാം ഒന്ന് മറന്നു തുടങ്ങിയതാ. എവിടെ അവ സമ്മതിക്കില്ല. ആ കാലം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എന്റെ മോളെ അനുവദിക്കില്ല. അനുഭവിക്കും. ഭാര്യയും കുഞ്ഞുങ്ങളെ മറന്ന് ഇത്തരം ക്രൂരത അവരോട് കാട്ടിയ ആ ദ്രോഹി അനുഭവിക്കും. ഇനി ഒരു പെണ്ണിനെ തീ തീറ്റിക്കാൻ കഴിയാത്ത വിധം തളരും അവൻ. ഇല്ലെങ്കിൽ പിന്നെ ഈശ്വരനൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം?